കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ പരിക്കിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് പതിയെ സുഖം പ്രാപിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഉമാ തോമസിന്റെ അപകട സമയത്ത് ഉയർന്നു കേട്ടൊരു കാര്യമുണ്ട്. വീഴ്ചയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ എടുത്തുകൊണ്ടുപോയപ്പോൾ ഉണ്ടായ ക്ഷതമാണ് കൂടുതൽ ഗുരുതരമായത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പരിക്കേറ്റ ആളിനെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ചുറ്റും അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഉടനടി വൈദ്യസഹായം ലഭിക്കേണ്ടതിന് രോഗികളെ എങ്ങനെയൊക്കെയോ ആശുപത്രിയിൽ എത്തിക്കും. എന്നാൽ അശാസ്ത്രീയമായി ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പരിക്കുകൾ ഗുരുതരമാകാൻ കാരണവും. പ്രത്യേകിച്ച് ഉയരത്തിൽ നിന്ന് വീണുണ്ടാകുന്ന അപകടത്തെ തുടർന്നോ റോഡ് അപകടത്തെ തുടർന്നോ ഒക്കെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന നാഡിയായ സുഷുമ്ന നാഡി നട്ടെല്ലിനുള്ളിലുള്ളതായതിനാൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ നട്ടെല്ലിന് അനക്കം തട്ടാതെ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അനക്കം തട്ടുന്നത് നട്ടെല്ലിൽ പൊട്ടലുണ്ടെങ്കിൽ അത് വഷളാകാനും രോഗിയുടെ ശരീരം തളരാനും കാരണമായേക്കും. ആംബുലൻസിൽ സ്പൈൻ ബോർഡ്, ഹാർഡ് കോളർ എന്നിവ ഉണ്ടാകണം. പരിക്കേറ്റ ആളെ സാവധാനം സ്പൈൻ ബോർഡിൽ കിടത്തി സ്ട്രാപ്പ് ചെയ്ത് തലയ്ക്കോ കഴുത്തിനോ നടുവിനോ അനക്കം തട്ടാതെ വേണം കൊണ്ടുപോകാൻ. പരിക്കേറ്റ ആളെ ഒരു കാരണവശാലും കയ്യിലും കാലിലും തൂക്കിയെടുത്തുകൊണ്ട് പോകരുത്. പുറമെ പരിക്കില്ല എങ്കിൽ നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവവും ക്ഷതവും ഉണ്ടാകാനിടയുണ്ട്. പരിക്കേറ്റവരെ ഒരു കാരണവശാലും തൂക്കിപ്പിടിച്ചും പിടിച്ചു വലിച്ചും വാഹനത്തിലേക്ക് കയറ്റരുത്. അപകട സ്ഥലത്ത് നിന്ന് മാറ്റുമ്പോൾ പരിക്കേറ്റ ആളുടെ തലയും കഴുത്തും കൈയും നട്ടെല്ലും ഒന്നും ഇളകാതെ നോക്കണം. കുറഞ്ഞതൊരു 5 പേരെങ്കിലും ചേർന്ന് വേണം പരിക്കേറ്റ ആളെ അപകട സ്ഥലത്ത് നിന്ന് നീക്കാൻ. പരിക്കേറ്റ് കിടക്കുന്ന ആളുടെ സുഷുമ്നാ നാഡിക്ക് ക്ഷതമേൽക്കാതെ സംരക്ഷിക്കാനാണ് ഈ മുൻകരുതൽ. ഒരു തടി ഉരുട്ടുന്നത് പോലെ വേണം പരിക്കേറ്റ ആളെ സ്ട്രെച്ചറിലേക്ക് മാറ്റാൻ. അപകടത്തിൽ പരിക്കേറ്റ ആൾ മലർന്നോ കമിഴ്ന്നോ ആണ് കിടക്കുന്നതെങ്കിൽ 3 പേർ ചേർന്ന് സപ്പോർട്ട് നൽകി ആദ്യം ഒരു വശത്തേക്ക് പകുതി തിരിക്കണം. എന്നിട്ട് സ്ട്രെച്ചർ ഒരു വശത്ത് വെച്ച് വേണം അതിലേക്ക് മാറ്റാൻ. ഇനി കാലിലെ എല്ലൊടിയുകയാണെങ്കിൽ ഒടിഞ്ഞ ഭാഗം ചെറുതായി പോലും ഇളകുന്നത് കടുത്ത വേദനയ്ക്ക് വഴിവെക്കും. പൊട്ടിയ അസ്ഥികളുടെ മൂർച്ചയുള്ള അറ്റം ഇളകിയതും തുളഞ്ഞു കയറിയും നാഡികൾക്കും മറ്റും കൂടുതൽ നാശം സംഭവിക്കുകയും ചെയ്യാം. ബലമുള്ള എന്തെങ്കിലും സാധനം സ്പ്ലിൻ്റായിട്ട് ഉപയോഗിക്കുക. സ്പ്ലിൻറ്റ് ചെയ്യുമ്പോൾ പൊട്ടിയ എല്ലിൻ്റെ മുകളിലും താഴെയുമുള്ള സന്ധികളെ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 2 പേർ ചേർന്ന് വേണം സ്പ്ലിൻറ്റ് നൽകാൻ. സ്പ്ലിൻറ്റ് നൽകുമ്പോൾ പലയിടങ്ങളിലും കെട്ടാറുണ്ട്. എന്നാൽ എല്ലൊടിഞ്ഞ സ്ഥലത്ത് തൊട്ടടുത്ത് ഒന്നും കെട്ടരുത്. സ്പ്ലിൻ്റായി ഉപയോഗിക്കാൻ പെട്ടെന്ന് വസ്തുക്കളൊന്നും കിട്ടിയില്ലെങ്കിൽ ഓർക്കുക, ഒരു കാലിൻ്റെ എല്ല് ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റേ കാല് തന്നെ സ്പ്ലിൻ്റായി ഉപയോഗിക്കാം. ഒടിഞ്ഞ എല്ലുകൾ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കരുത്. ഒടിഞ്ഞു പുറത്തേക്ക് വന്ന എല്ലുകൾ അകത്തേക്ക് തള്ളിക്കയറ്റാനും ശ്രമിക്കരുത്. രക്തസഞ്ചാരം തടസ്സപ്പെടുന്ന രീതിയിൽ മുറുക്കി കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുടയെല്ലിന് പരിക്കേറ്റാൽ കാലിനിടയിൽ കട്ടിയുള്ള തുണി മടക്കി വയ്ക്കുക. 4-5 സ്ഥലങ്ങളിൽ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുക. പാദത്തിലെ എല്ലിന് പരിക്കേറ്റാൽ തുണി കട്ടിയിൽ മടക്കി വെക്കുക. എന്നിട്ട് ഉപ്പൂറ്റി ഏതാണ്ട് ഇതിൻ്റെ മധ്യത്തിലായി വെക്കുക. തുണി ഇരുവശത്തു നിന്നും കാലിലേക്ക് മടക്കി കണങ്കാലിൽ 2 കെട്ട് കെട്ടുക. ഒരു കെട്ട് പാദത്തിലും കെട്ടുക. ഇനി അവയവങ്ങൾ അറ്റുപോയാൽ, അപകടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അറ്റുപോയാലും തുന്നി ചേർക്കുക. അപകടവേളയിൽ വേർപെട്ടു പോയ ഭാഗം ചതഞ്ഞറിഞ്ഞതാണെങ്കിൽ തുന്നി ചേർത്ത് പഴയപടിയാക്കാൻ പ്രയാസമാണ്. കത്തി കൊണ്ട് മുറിയുന്നത് പോലെ നേരെ 2ആയി മുറിഞ്ഞു പോയതാണ് എങ്കിൽ ഫലപ്രദമായി തുന്നിച്ചേർക്കാൻ സാധിക്കും. വിരലുകളാണ് എങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്തിച്ചാലും ശസ്ത്രക്രിയ ചെയ്ത് കൂട്ടിച്ചേർക്കാനാവും. കൈയും മറ്റും 2 മണിക്കൂർ കൊണ്ടെങ്കിലും മൈക്രോ വാസ്കുലർ ശസ്ത്രക്രിയ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിയിരിക്കണം. അവയവം അറ്റുപോയ ശരീരഭാഗത്ത് നന്നായി ബാൻഡേജ് ചെയ്ത് വേണം പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. അറ്റുപോയ വിരൽ പ്ലാസ്റ്റിക് കവറിലിട്ട് നന്നായി കെട്ടുക. ഈ കവറിൽ വെള്ളമൊന്നും കയറാത്ത രീതിയിൽ വേണം കൊണ്ടുപോകേണ്ടത്. അറ്റുപോയ വിരലിട്ട കവർ ഐസ് ബോക്സിലിട്ട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ശാസ്ത്രീയ വശങ്ങളൊന്നും നോക്കാറില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ആ ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ പലപ്പോഴും ഈ അപകടം സംഭവിച്ചതിനേക്കാൾ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മുടെ കൈപ്പിഴ കൊണ്ട് ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവരുടെ ജീവിതം കൂടുതൽ ദുരിതമാകാനുള്ള ഒരു സാഹചര്യം വരുത്തി വെക്കരുത്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. കാരണം ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഇത്തരം അപകടങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ദൃക്സാക്ഷികളായി വരേണ്ടുന്നത് എന്നതൊന്നും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.